കോഴിക്കോട് മൂഴിക്കൽ ആനക്കാംപൊയിൽ റോഡിൽ വെള്ളക്കെട്ടിൽപ്പെട്ട രോഗബാധിതരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. അഗ്നിശമന രക്ഷാസേനയാണ് നടപടി സ്വീകരിച്ചത്. താഴത്തെപ്പടി എന്ന സ്ഥലത്ത് ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്ന അൻവറിനെയും ഭാര്യയുമാണ് അഗ്നിശമന സേന എത്തി മാറ്റിയത്. അൻവറിന്റെ ഭാര്യയ്ക്കും ശാരീരിക അസ്വസ്ഥതകളുണ്ട്. അഗ്നിശമന രക്ഷാ ഉദ്യോഗസ്ഥർ സ്ട്രെച്ചർ എത്തിച്ചാണ് ഇവരെ ഏകദേശം 500 മീറ്റർ അപ്പുറത്തുള്ള ബന്ധു വീട്ടിലേക്ക് സുരക്ഷിതമായി മാറ്റിയത്. മെല്ലെ പോന്നാ നിങ്ങൾ വരത്തെ മറന്നിട്ട് ഓനെ പിടിച്ചോട്ടെ. നമുക്ക് അങ്ങോട്ട് മാറിക്കൊടുക്കും. മെല്ലെ വാങ്ങി കയറി കയറി നല്ല നാൾ കയറി അന്ന് എല്ലാവരും കത്ത എല്ലാവരും കത്ത പൊന്തിക്കേണ്ട പൊങ്ങിയാതി ചച്ചറ കൊണ്ടുവരില്ലേ കോഴിക്കോട് കുറ്റിക്കാട്ടൂർ കണിയാത്ത് പാലത്ത് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞു. പാലത്തിനോട് ചേർന്ന് മരക്കൊമ്പിൽ പിടിച്ച് ഡ്രൈവർ ജോഷി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് അപകടം. നാട്ടുകാരുടെ സഹായത്തോടെ ഓട്ടോറിക്ഷ പുറത്തെടുത്തു. വയനാട് ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അതിതീവ്ര മഴയെ തുടർന്ന് മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതകൾ വർദ്ധിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം കർശന മുൻകരുതലുകൾ ഇതിനകം സ്വീകരിച്ചുവെന്ന് അറിയിച്ചിട്ടുണ്ട്. താമരശ്ശേരി ചുരം ഉൾപ്പെടെയുള്ള പ്രധാന ചുരങ്ങളിലും മലയോര പാതകളിലും രാത്രികാല യാത്രാ നിരോധനവും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പൂർണ്ണ വിലക്കും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കണ്ണൂർ മാങ്ങാട്ടിടം കൈതേരിയിടത്തിൽ യുവാവിനെ തോട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. കലാശപ്പറമ്പത്ത് N രാരിഷാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രി കാണാതായതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തെരച്ചിലിൽ വീടിനടുത്തുള്ള തോട്ടിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഡ്രൈവറായ രാരിഷ് വെള്ളിയാഴ്ച രാത്രി കൈതേരി ഇടത്തിൽ നിന്നും വീട്ടിലേക്ക് പോകുന്നത് നാട്ടുകാർ കണ്ടിരുന്നു. കണ്ണൂർ ജില്ലയിൽ ഇടവിട്ട് മഴയുണ്ട്. ജില്ലയിൽ ഒഴുക്കിൽപ്പെട്ട മറ്റൊരാൾക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. പയ്യന്നൂരിൽ വീട് തകർന്ന് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. കേളോത്ത് ചെറുക്കിണിയൻ ഗോപിയുടെ വീടാണ് ഇന്നലെ രാത്രി മഴയിൽ പൂർണ്ണമായി തകർന്നത്. ഗോപിയുടെ സഹോദരി ഇന്ദുവിനാണ് പരിക്കേറ്റത്. മാടായിയിൽ വീടിന്റെ മേൽക്കൂര തകർന്ന് 7 വയസ്സുകാരന് പരിക്കേറ്റു. കുളവയൽ റോഡിലെ പാർത്ഥിപ്പിനാണ് പരിക്ക്. ശ്രീകണ്ഠാപുരത്തും തൊഴിച്ചാൽ, പുളിങ്ങോം, ചെറുപുഴ എന്നിവിടങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടുണ്ട്. ചെങ്ങളായി വില്ലേജിൽ 27 പേരെ മാറ്റിപ്പാർപ്പിച്ചു. പട്ടാനൂർ വില്ലേജിൽ ആയിപ്പുഴ, നായിക്കാലി, പാണലാട് പ്രദേശങ്ങളിൽ പുഴ കരകവിഞ്ഞ് നിരവധി വീടുകളിൽ വെള്ളം കയറി. താബോറിൽ ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് 12 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പഴശ്ശി ജലസംഭരണിയുടെ മുഴുവൻ ഷട്ടറുകളും ഉയർത്തി. കേളകം, ബോയ്സ് ടൗൺ, മാനന്തവാടി, പാൽച്ചുരം റോഡിൽ വാഹനഗതാഗതം നിരോധിച്ചു. പറശ്ശിനിക്കടവ്, വളപട്ടണം മേഖലയിൽ നിന്ന് ബോട്ട് സർവീസ് ഇല്ല. കേരള കർണാടക അതിർത്തിയോട് ചേർന്ന് വനപ്രദേശങ്ങളിൽ കനത്ത മഴയുണ്ട്. കനത്ത വെള്ളപ്പൊക്കവും കാസർഗോഡ് ജില്ലയിൽ വിവിധ മേഖലകളിൽ അനുഭവപ്പെടുന്നുണ്ട്. ഉരുൾപൊട്ടൽ ഭീഷണിയും നിലനിൽക്കുന്നു. കർണാടക വനമേഖലയിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് തേജസ്വിനി, കാര്യങ്കോട് പുഴകൾ കരകവിഞ്ഞൊഴുകയാണ്. പാലായി, നീലായി, ചാത്തമത്ത്, പോടോതുരുത്ത് തുടങ്ങിയ തീരദേശ മേഖലകളിൽ വെള്ളം കയറി. ചിറ്റാരിക്കൽ, തയ്യനി, വായ്ക്കാരം, പാലവയൽ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുകയാണ്. കാസർഗോഡ് വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള നിയന്ത്രണങ്ങൾ ലംഘിച്ച് യുവാക്കൾ. കോന്നക്കാട് അച്ചൻകല്ല് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയ യുവാക്കളെ അധികൃതർ മടക്കി അയച്ചു. 12 മണിയോടെയാണ് ഒരു സംഘം യുവാക്കൾ വെള്ളച്ചാട്ട പരിസരത്തേക്ക് എത്തിയത്. തുടർന്ന് അധികൃതർ ഇവരെ വിലക്കുകയും ഇവരെ മടക്കി അയക്കുകയുമായിരുന്നു. അധികൃതരുമായി ഇവർ ദീർഘനേരം തർക്കിച്ചു. അതിനുശേഷമാണ് ഇവർ പുറത്തേക്ക് പോകാൻ തയ്യാറായി. സംസ്ഥാന അതിർത്തിയോട് ചേർന്നൊഴുകുന്ന കോടയൂർ നദിയിൽ വീണ്ടും മുതലയുടെ സാന്നിധ്യം. മുതലയെ പിടികൂടാൻ തമിഴ്നാട് വനംവകുപ്പ് മുൻപ് നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരുന്നു. വേനൽക്കാലത്ത് ഉൾപ്പെടെ നിരവധി ആൾക്കാർ ആശ്രയിക്കുന്ന നദിയാണിത്. അടിയന്തരമായി മുതലയെ പിടികൂടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കോഴിക്കോട് കൂടരഞ്ഞി പൂവാറൻ തോട് ഉരുൾപൊട്ടി എന്ന് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം പ്രചരിച്ചത് വ്യാജം.
ശക്തമായ മഴയെ തുടർന്ന് പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. പൂവാറൻ തോട് അങ്ങാടിയിലെ പാലത്തിന് മുകളിലൂടെ വെള്ളം ഒഴുകുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം കോഴിക്കോടിലെ കിഴക്കൻ മലയോര മേഖലയിലുണ്ടായ ശക്തമായ മഴയിൽ കൂടരഞ്ഞി പഞ്ചായത്തിലെ പൂവാറൻ തോട്ടിൽ പാലത്തിന് മുകളിലൂടെ ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടായ പ്രദേശത്താണ് ഞാനുള്ളത്. എൻ്റെ പുറകിലുള്ള ഈ പാലത്തിലാണ് ശക്തമായുള്ള മലവെള്ളപ്പാച്ചിലുണ്ടായിരുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പൂവാറൻ തോട്ടിൽ ഉരുൾപൊട്ടി എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. അത് നേരിൽ അറിയാനായി ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ നാട്ടുകാർ തന്നെ ഉണ്ട്. അവർ പറയുന്നത് അത് മലവെള്ളപ്പാച്ചിലായിരുന്നു. ഒരു തുടക്കത്തിൽ അവരും ഇത്തരത്തിൽ തെറ്റിദ്ധരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് ഈ നാട്ടുകാരുടെ പ്രതികരണങ്ങളിൽ പോകാം. എന്താണ് ഇന്നലെ ഇവിടെ സംഭവിച്ചത്? ഇന്നലെ മഴയത്ത് വെള്ളം പരിധി കൂടുതൽ വെള്ളം കൂടെ കൂടി വന്നു. പാലത്തിൽ നിന്നും റോഡിലേക്ക് വെള്ളം കയറി മെത്തി ഒഴുകി. അങ്ങനെ സംഭവിച്ചതാണ്, ഉരുൾപൊട്ടിയതല്ല. ഇത് ഇന്നലെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായിട്ട് പ്രചരണം നടത്തിയിരുന്നല്ലോ, ഇങ്ങനെ ഈ വെള്ളം. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? എന്താണ്? നിലവില് തുടർച്ചയായിട്ട് 3-4 ദിവസമായിട്ട് മലയോര മേഖലയിൽ അതിശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഉരുള് പൊട്ടിയിട്ടില്ല. നിലവിൽ ഈ പ്രദേശത്തിന്റെ പ്രതിച്ഛായ തകർക്കാൻ വേണ്ടി ചില ആളുകൾ തെറ്റിദ്ധരിച്ച് കൊടുത്ത ഫേക്ക് ന്യൂസാണ് ഉരുള് പൊട്ടിയെന്നുള്ളത്. യഥാർത്ഥത്തിൽ തുടർച്ചയായ അതിശക്തമായ മഴ കാരണം മാത്രമാണ് ഈ വെള്ളം വന്നിരിക്കുന്നത്. അത് 2018 അതിന് സമാനമായിട്ട് തന്നെ അതിശക്തമായ മഴ ഇവിടെ പ്രദേശത്ത് പെയ്തു. 2018 ഇത്തരത്തിൽ പാലത്തിന് മുകളിൽ വെള്ളം ഒഴുകിയിരുന്നു. 2018 ഒഴുകിയിരുന്നു. 2018 സാധാരണഗതിയിൽ ഇവിടെ ശക്തമായ മഴ പെയ്യുമ്പോൾ ഈ പാലത്തിന് മുകളിൽ കൂടെ സാധാരണ മഴ പെയ്യലുണ്ട്, വെള്ളം ഒഴുകി പോയലുണ്ട്. ഈ മലയോര മേഖലയിൽ ഇന്നിപ്പോ ഉള്ള സാഹചര്യം, ഇന്നലെ ശക്തമായ മഴ ഉണ്ടായിരുന്നു. ഇന്നത്തെ സാഹചര്യം എങ്ങനെയാണ്? ഇന്നത്തെ സാഹചര്യം ഇന്നത്തെ അപേക്ഷിച്ച് മഴ കുറവാണ്. മഴയൊന്ന് ദുർബലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം. ഈ പ്രദേശത്ത് ഇന്ന് മഴ രാവിലെ തന്നെ ഒരു തെളിച്ചമാണ്. അതേ അവസരത്തിൽ ഇന്നലെ നേരെ വിപരീതമായ അതിശക്തമായ മഴയാണ് ഈ സമയത്ത്. ഇന്ന് മഴ കുറവാണ്. ഈ എല്ലാ മഴക്കാലത്തും ഇത്തരത്തിൽ ഈ പാലത്തിന്റെ മുകളിൽ കൂടെ വെള്ളം ഒഴുകാറുണ്ടോ? അല്ലെങ്കിൽ ഇപ്പത്തെ ഈ പാലത്തിന്റെ ഒരു അവസ്ഥ എന്താണ്? ഇവിടെ ഒരു 10-40 വർഷമായി ഞങ്ങൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയത്. അതിനിടയിൽ ഒരു ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ നാളിതുവരെ ഉണ്ടായിട്ടില്ല. ചെറിയ ചെറിയ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ പൂവാറൻതോട് എന്ന് പറഞ്ഞ പ്രദേശം ഒരു താരതമ്യേന മലയോര മേഖലയെ അപേക്ഷിച്ച് സുരക്ഷിതമായിട്ടുള്ള സ്ഥലമായിട്ടാണ് ഞങ്ങൾ കരുതിയിട്ടുള്ളത്. പിന്നെ ഈ പാലത്തെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്ത് നന്നായിട്ട് മഴ പെയ്താലൊക്കെ ഈ പാലത്തിന് മുകളിൽ വെള്ളം മറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന് പ്രധാന കാരണം മഴ കൂടുതലാണെന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഈ പാലം ഇടുങ്ങിയതാണ്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ പാലമാണ്. ഈ തോട്ടിലൂടെ വരുന്ന വെള്ളത്തെ അതിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയും ചെറുതാണ് ഈ പാലം. അതുകൊണ്ടാണ് ഈ പാലത്തിന് മുകളിലൂടെ ഇത്രയും വെള്ളം മറിഞ്ഞു പോകുന്നത്. അപ്പം അധികാരികൾ ഇത് ഒരു പ്രഥമ പരിഗണനയിൽ എടുത്തുകൊണ്ട് തന്നെ ഇവിടെ ഒരു പാലം പണിയാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നാണ് ഒരു നാട്ടുകാരനായിട്ടുള്ള എൻ്റെ അഭ്യർത്ഥന. ഈ പാലത്തിന്റെ അക്കരെ ഒരുപാട് ആളുകൾ താമസവും ഫാമുകളൊക്കെ ഉള്ളതല്ലേ? അതെ. ഈ ഗതാഗതം ഈ പാലം ശരിക്കും തകർന്നു കഴിഞ്ഞാൽ ശരിക്കും ആ ഭാഗം ഒറ്റപ്പെടുന്ന. അത് മാത്രമല്ല, ഇപ്പം ഒരുപാട് ഉന്നതിയില് 2-3 ഉന്നതികൾ അവിടെ നിലവിലുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പ്രദേശങ്ങളിൽ പോയി സാധന സാമഗ്രികൾ വാങ്ങാനോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസിനോ ഒക്കെ ആയിട്ട് പോകാനോ ഏക ആശ്രയതാണ്, മറ്റൊരു വഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാലം അടിയന്തരമായിട്ട് തന്നെ അത് ഒരു പുനർനിർമ്മാണം നടത്തിക്കൊണ്ട് ഈ നാട്ടുകാരുടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ബസ് സർവീസ് ഉണ്ടല്ലോ ഇതിലൂടെയാണ് ബസ് സർവീസ് പോകുന്നത്. രാവിലെയും വൈകിട്ടും ബസ് സർവീസ് ഉണ്ട്, ഉച്ചയ്ക്കുണ്ട്. KSRTC പോകുന്ന ഇതിലൂടെയാണ്. അപ്പം ഇതാണ് നിലവിലെ ഇവിടുത്തെ അവസ്ഥ. കഴിഞ്ഞ ദിവസം ഉണ്ടായ മലവെള്ളപ്പാച്ചിലാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ മലവെള്ളപ്പാച്ചിലിന്റെ ശക്തി കൊണ്ട് ആളുകൾ ഇത് ഉരുൾപൊട്ടി വന്നതാണെന്നുള്ള ഉൾപ്പെടെയുള്ള തെറ്റിദ്ധരിച്ച് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഈ വീഡിയോയും ഈ വാർത്തയും പ്രചരിച്ചിരുന്നു. അതറിഞ്ഞാണ് നമ്മളിവിടെ ഇന്ന് എത്തിയത്. നോക്കുമ്പം ജലനിരപ്പെല്ലാം താഴ്ന്ന് ഗതാഗതമെല്ലാം പുനഃസ്ഥാപിച്ച സാഹചര്യത്തിലാണുള്ളത്. അതുപോലെ തന്നെ ഈ പാലത്തിന്റെ ഇടുങ്ങിയ പാലം ആയതുകൊണ്ടാണ് എല്ലാ വർഷവും ഇതിൽ ഈ പാലത്തിന് മുകളിലൂടെ വെള്ളം കയറി പോകുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ പാലം വീതി കൂട്ടി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കോഴിക്കോട് കൂടരഞ്ഞി പൂവാറൻതോടിൽ നിന്നും GN ആസാദ്, ന്യൂസ് 18. കാസർഗോഡ് ഉപ്പള പണിമുണ്ടയിൽ ശക്തമായ കാറ്റിലും മഴയിലും വീട് പൂർണ്ണമായും തകർന്നു. മത്സ്യത്തൊഴിലാളി ശശികലയുടെ വീടാണ് തകർന്നത്. പ്രദേശത്ത് കടലാക്രമണം രൂക്ഷമായതിനാൽ കുടുംബത്തെ നേരത്തെ തന്നെ മാറ്റി താമസിപ്പിച്ചിരുന്നു.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.